എന്റെ പേര് ഞാനൊന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് അൽത്താഫ് എന്നാണ്. വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ് എന്റെ വീട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമാണ് എന്റെ തറവാട് നിൽക്കുന്നത്. ഞാനിപ്പോ വീടെടുത്ത് താമസമാക്കിയിട്ടുള്ളത് ഏകദേശം അവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ്. എയർപോർട്ട് റോഡിന്റെ അവിടെയാണ് ഞാൻ വീടെടുത്ത് താമസാക്കിയിട്ടുള്ളത്. ഈ ബിസിനസ്സായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, 6 വർഷം ആകുന്ന ബിസിനസ്സായിട്ട് കണക്ട് ചെയ്തിട്ട്. ഈ ബിസിനസ്സിനകത്ത് വരുന്നതിന്റെ മുന്നേ ഞാൻ ആക്ച്വലി ഒരു അലുവ ഉണ്ടാക്കുന്ന ജോലിക്കാരനും അതേ സമയത്ത് ഒരു ഹൗസ് ഡ്രൈവറുമായിരുന്നു. ഈ 2 ജോലിയും പാടെ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ ബിസിനസ്സിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്നത്തെ നാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള സംസുദ്ദീൻ യൂനിസ് എന്നുള്ള മഞ്ചേരിയുള്ള പുള്ളിയാണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് എന്നോട് സംസാരിക്കുന്നത്. എന്നോട് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പുള്ളിനോട് പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സംസു, എനിക്ക് പ്രത്യേകിച്ച് ഡയറക്ട് സെല്ലിങ്ങിനോടൊന്നും ഒരു താല്പര്യം ഇല്ലാതെ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് വിട്ടിട്ട് വേറെ എന്തെങ്കിലും കൺസെപ്റ്റിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞ സമയത്താണ് പുള്ളിനോട് പറഞ്ഞത്, പഴയ രീതിനകത്തേക്കുള്ള ഡയറക്ട് സെല്ലിംഗ് അല്ല അൽത്താഫ്, ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അൽത്താഫ് ഡയറക്ട് സെല്ലിങ്ങിനകത്ത് കടന്നു പോകാന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ ഏകദേശം 6 മാസം പോലെ ഞാൻ ഈ ബിസിനസ്സിനകത്ത് പുള്ളിന്റെ ഫോൺ കോളൊന്നും എടുക്കാൻ പറ്റുന്ന സമയത്ത് എടുക്കും, കഴിയുന്നതും ഞാൻ അവോയ്ഡ് ചെയ്യും. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പുള്ളി സംസാരിക്കാൻ പോകുന്നത് ഈ മാറ്ററാന്ന് അറിയുന്നതുകൊണ്ട് മാത്രമാണ്. ഒരു ദിവസം ഇതുപോലെ കമ്പൽസറി ആയിട്ട് എന്നെ തിരൂർ റഫീഖാണ് എന്നെ ബിസിനസ്സിനകത്ത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. സംസുദ്ദീൻ യൂനിസ് ആണ് എന്നെ ബിസിനസ് പരിചയപ്പെടുത്തിയിരുന്നുണ്ടെങ്കിലും എന്റെ ഡയറക്റ്റ് അപ്ലൈൻ ആയിട്ട് വരുന്നത് തിരൂര് നാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള റഫീഖാണ് എന്നെ ബിസിനസ്സിനകത്ത് സ്പോൺസർ ചെയ്തത്. ഞാൻ ആ വ്യക്തി റഫീഖ് ഒരു ദിവസം എന്നോട് വിളിച്ചു കഴിഞ്ഞ് പറഞ്ഞു, എനിക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എനിക്ക് നിങ്ങളൊന്ന് കാണേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിനോട് പറഞ്ഞു എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ, അപ്പൊ പുള്ളി ഈ കൺസെപ്റ്റ് ഒന്നും പറഞ്ഞില്ല. ഓൾറെഡി സംസുദ്ദീൻ യൂനിസ് സംസാരിക്കാൻ പോകുന്ന അതേ കൺസെപ്റ്റ് തന്നെയാണ് ഈ റഫീഖും സംസാരിക്കാൻ പോകുന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അപ്പൊ പുള്ളിനോട് പറഞ്ഞ ഒരു ഒറ്റ കാര്യം മാത്രം, ഞാനൊരു 8 മണിയാകുന്ന സമയത്ത് അൽത്താഫ് ഞാൻ ഇവിടുന്ന് നിങ്ങളെ നാട്ടിലേക്ക് വരുന്നുണ്ട്, എന്റെ കൂടെ 2 ഫ്രണ്ട്സുകളും ഉണ്ടാവും. അപ്പൊ എന്ത് പറ്റി റഫീഖ് ഭായ്, ഇന്ന് ഈ റൂട്ടിലേക്ക് എനിക്ക് കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ആക്ച്വലി കരുതി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യമായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് കരുതി ഞാനും വെയിറ്റ് ചെയ്തിരുന്നു. വരാൻ നേരത്ത് ഒരു 8 മണിയാകുന്ന സമയത്ത് എന്നോട് വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ അറിയുന്ന 1-2 പേര് ഒരു പക്ഷെ എന്റെ കൂടെ ഉണ്ടായിരിക്കും. സോ ഈ ബിസിനസ്സിനകത്ത് അന്ന് കടന്നു വന്നിട്ടുള്ളത്, ഈ ബിസിനസ്സിനകത്ത് ഇന്ന് ITC ആയിട്ടുള്ള മനോജ് കുമാറും വിനോദ് കുമാറും, അവർ ജ്യേഷ്ഠനും അനിയനും പാടെ കൂടിയിട്ടായിരുന്നു അവർ കടന്നു വന്നിരുന്നത്. എന്റെ അടുത്ത് വന്നു 8 മണിയാകുന്ന സമയത്ത് എന്റെ അടുത്ത് വന്നു. ഓൾമോസ്റ്റ് അവർ ഇരുന്നിട്ട് സംസാരിച്ച് പോകുന്ന സമയത്ത് ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട് അവർ എന്റെ അടുത്ത് നിന്ന് പോകുന്ന സമയത്ത്. ആ സമയത്ത് അവരെന്നോട് ബിസിനസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഞാൻ വല്ലാണ്ടൊന്നും ബിസിനസിനെ കുറിച്ചിട്ട് കെയർ ചെയ്തിട്ടില്ല. അവരൊരു സംസാരിച്ച് അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അവരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞയച്ചു. സോ അത് കഴിഞ്ഞതിന്റെ ശേഷം വലിയ റിപ്പീറ്റേഷൻ ആയിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുക. ആ സമയത്താണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്, എത്ര പേർക്ക് ഇതിനകത്തുള്ള ഒത്തിരി പേർക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഭ്രമരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആക്ച്വലി കാലിക്കറ്റ് വെച്ച് നടക്കുന്നുണ്ട്. ഈ ഭ്രമരം പ്രോഗ്രാമിനകത്തേക്ക് എന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഒരു ഭ്രമരം പ്രോഗ്രാം നടക്കുന്ന അൽത്താഫെ, ഒരു 10,000-ൽ കൂടുതൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കാലിക്കറ്റിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ അതിനെ കുറിച്ച് കെയർ ചെയ്തില്ല. ആ പ്രോഗ്രാമിനകത്ത് എന്തായാലും നിങ്ങൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. കണ്ടിന്യൂസ് ആയിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. പ്രോഗ്രാമിന്റെ അതേ ദിവസം എന്നെ ഈ റഫീഖും സംസും പടെ കൂടിയിട്ട് ഓൾമോസ്റ്റ് 20-21 കോള് ചെയ്തിട്ട് ഞാൻ 21 കോളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. കാരണം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കളവ് പറയാൻ വയ്യ. കാരണം കളവ് വരെ എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും വേറെ തിരക്കിലാണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട്, കാരണം പ്രോഗ്രാം പോകാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല, ഞാൻ ബിസിനസ് ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്തിനാ ഫോൺ എടുത്തിട്ട് വെറുതെ കളവ് പറയണ്ടല്ലോ എന്നുള്ള ഇതിനകത്തേക്ക് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തേ ചെയ്തില്ല. അന്നത്തെ ദിവസം അവരെ കോളേ ഞാൻ അറ്റൻഡ് ചെയ്തില്ല. സോ അത് കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം ഒരു സൺഡേ ആയിരുന്നു, ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ദിവസം അവർ വെഗേൻ എന്നെ രണ്ടാമത് വിളിച്ച സമയത്ത് ഞാൻ ഫോൺ എടുത്ത സമയത്ത് ഞാൻ പറയാം, ഇന്നലെ നമ്മൾ ഒരുപാട് വിളിച്ചാൽ ഞാൻ കണ്ടിരുന്നു, ഒന്നും ഉണ്ടായിട്ടില്ല, വേറെ കുറച്ച് തിരക്കിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, എസ്കേപ്പായി. അപ്പൊ എന്നോട് പുള്ളി പറഞ്ഞു, എന്തായാലും ശരി അൽത്താഫ്, ഇന്നലെ ഫോൺ എടുക്കാത്തത് ഓക്കെ, നോ പ്രോബ്ലം, പക്ഷെ നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതെവിടെയാണെന്ന് വെച്ചു, അതും കാലിക്കറ്റിൽ തന്നെയാണ്. അതൊരു ചെറിയൊരു പ്രോഗ്രാമാണ്. എന്തായാലും അൽത്താഫെ ഞാൻ അതിൽ വരുന്നുണ്ട്, വണ്ടിയായിട്ട് വരുന്നുണ്ട്, എന്തായാലും നിങ്ങൾ അസ്ര നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ റെഡി ആയി നിൽക്കി, ഞാൻ അവിടെ ഉണ്ടാവുന്നത്. സോ തീർച്ചയായിട്ടും ആയിക്കോട്ടെ തന്നെ. പിന്നെ അതിന് മുങ്ങാൻ വയ്യ, അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ മലബാർ ഹില്ലിൽ വന്നിട്ട് ഞാൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്ത് അന്നവിടെ ബിസിനസ് പ്രസന്റ് ചെയ്ത് ഇന്നത്തെ ഒരു NTC ആയിരുന്നു. ആ പ്രസന്റേഷൻ കഴിഞ്ഞ് അവിടെ എക്സ്പീരിയൻസ് ഷെയറിങ്ങിനകത്ത് 2-3 ആളുകൾ ഫേസ് ആണ് എന്റെ ഫേസിനകത്ത് ഓർമ്മ വന്നത്. അതൊരു ഫേസ് ആയിരുന്നു ആക്ച്വലി നമ്മളെ ബിജു സാറെ ഫേസ്. നിങ്ങളെ ഗ്രേറ്റ് അപ്ലൈൻ ആയിട്ടുള്ള ബ്രാൻഡ് ന്യൂ ITC ആയിട്ടുള്ള ബിജു സാറെ ഫേസ് എനിക്ക് എന്ന് വളരെ വ്യക്തമായിട്ടൊരു ഓർമ്മ. പുള്ളി ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലായിരുന്നു. ഞാൻ ഈ ബിസിനസ്സിനകത്ത് വന്നിട്ട് ഇത്ര വർഷം ഇന്ന് ബിസിനസ്സിനകത്ത് കൂടെ നല്ല ലെവലിൽ അച്ചീവ് ചെയ്തുകൊണ്ട് ഒക്കെ പറഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് പുള്ളി പറഞ്ഞു. എന്നെ അത് വളരെയധികം മോട്ടിവേറ്റ് ചെയ്തു. അതേ സെയിം ടൈം നിങ്ങളൊക്കെ ITC, നിങ്ങളൊക്കെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ബെന്നി സാറെ ഒരു ബ്രാൻഡ് ന്യൂ Audi Q3 കാറ് അതിന്റെ ഫ്രണ്ട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു.
അപ്പൊ എന്നോട് റഫീഖ് പറഞ്ഞ് അൽത്താഫ് ഇവര് ഈ കഴിഞ്ഞ പ്രോഗ്രാമിനകത്തേക്ക് വേണ്ടിയിട്ട് എടുത്തൊരു വൈക്കളാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. എന്നെ വളരെയധികം മോട്ടിവേറ്റഡ് ആയി ആ കാറൊക്കെ കണ്ട സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ച് ഡയറക്ട് സെല്ലിങ്ങിനകത്ത് കൂടെ ഈ രീതിനകത്തുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയുള്ള ആളുകൾ ഉണ്ടല്ലോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു. സോ ഇതൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് കണ്ടു. അത് കഴിഞ്ഞ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്തായാലും ശരി, ഞാൻ ഈ ബിസിനസ് ചെയ്താലും ശരി ചെയ്തിട്ടില്ലെങ്കിലും ശരി ഈ ബിസിനസ് എന്തായാലും ഇവിടെ വളരും. അതുകൊണ്ട് ഞാൻ ഈ ബിസിനസിനകത്തു കൂടെ വളരാൻ തീരുമാനിച്ച എന്റെ കുടുംബം സേഫോ എന്നുള്ള രീതിയിനകത്ത് തീരുമാനം എടുത്തു. ഞാൻ ആ വണ്ടി ഇറങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് ചെറിയൊരു റെഡിമെയ്ഡിന്റെ ഷോപ്പ് ഉണ്ട് ചേളാരി. അത് ആക്ച്വലി റെഡിമെയ്ഡിന്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ എന്റേതാണ്, അന്ന് എന്റേതല്ലായിരുന്നു. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ എന്റെ പ്രാരാബ്ദം എന്റെ പ്രശ്നമൊക്കെ നടന്ന സമയത്ത് ഞാൻ ഹൗസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന വീട്ടിനകത്തുള്ള ഒരു മുതലാളി എന്നോട് കുറച്ച് ക്യാഷ് സഹായിച്ചിട്ട് എന്നോട് പറഞ്ഞു, അൽത്താഫ് നീ എത്ര കാലം ഈ അലോപ്പണി ഡ്രൈവർ പണിയൊക്കെ എടുത്തിട്ട് എന്റെ ജീവിതം മുന്നോട്ട് പോകാൻ ഭയങ്കര ക്രൈസസ്, 3 മക്കളുണ്ട്, ജീവിതമൊക്കെ മുന്നോട്ട് പോകാൻ ഭയങ്കര പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കച്ചവടം പാടെ കൂടിയിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ കൂടെ തന്നെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് കണ്ടെത്തുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഒരു റെഡിമെയ്ഡിന്റെ ജെൻസിന്റെ ഷോപ്പ് ഞാൻ എന്റെ ഫ്രണ്ടും പാടെ കൂടിയിട്ട് എന്ത് ചെയ്തു, ഒരു റെഡിമെയ്ഡിന്റെ ജെൻസിന്റെ ഷോപ്പ് ചേളാരി സ്റ്റാർട്ട് ചെയ്തു. ആ ഷോപ്പ് ഇന്നും നിലവിൽ നിൽക്കുന്നുണ്ട്. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് 2 മാസമായി കഴിഞ്ഞ പെരുന്നാൾക്ക് മാത്രം ഒന്ന് പോയി വന്നിട്ടുള്ളൂ. 3 മാസത്തിന്റെ അടുത്ത് കൂടുതലായിട്ട് ആ ഷോപ്പിൽ എനിക്ക് പോകാൻ പറ്റാറില്ല. അവിടെ ബിസിനസ് ഇന്നിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കണം, കാരണം റോഡ് വീതി വിട്ടുന്ന പ്രോബ്ലം കൊണ്ട്. എനിവേ, സോ ഈ ബിസിനസിനകത്ത് അന്ന് കാലിക്കറ്റിൽ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ആക്ച്വലി ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഞാൻ 5100 രൂപ എടുത്തിട്ട് റഫീഖ് സാറെ കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ ഈ പ്രോഡക്റ്റ് ഒന്ന് ഞാൻ ഉപയോഗിച്ച് നോക്കട്ടെ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. പ്രോഡക്റ്റ് റഫീഖ് സാർ കൊണ്ടുവന്നു. എന്റെ വീട്ടിനകത്ത് എന്റെ വൈഫിന് ചെറിയൊരു ഹെൽത്ത് ചലഞ്ച് ഉണ്ടായിരുന്നു. ഹെൽത്ത് ചലഞ്ചിനെ ബേസ് ചെയ്തിട്ട് ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിനെ കുറിച്ച് പറഞ്ഞു. അവർ ആരായിട്ട് ഡിസ്കസ് ചെയ്തു. പ്രോഡക്റ്റ് കൊണ്ടുവന്നു 95 കൊണ്ടുവന്നു. സ്പൈർലിന, വുമൺ കമ്പാനിയൻ, ബ്ലഡ് പ്യൂരിഫയർ എന്ന അങ്ങനെ കുറച്ച് പ്രോഡക്ട്സുകൾ അവരെ കൊണ്ടുവന്നു. പ്രോഡക്ട്സ് ആക്ച്വലി എന്റെ വൈഫ് യൂസ് ചെയ്തു. വൈഫ് യൂസ് ചെയ്ത സമയത്ത് പ്രൊഡക്റ്റിനകത്ത് വളരെയധികം നല്ല രീതിയിനകത്തുള്ള റിസൾട്ട് വന്നു. റിസൾട്ട് വന്ന സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ഒന്ന് ചെയ്തു നോക്കിക്കൂടാ എന്നുള്ളതിനെ കുറിച്ചിട്ട് തീരുമാനിച്ചു. ആ സമയത്ത് നമ്മളൊക്കെ ഒരു തീരുമാനമുണ്ട്, ഇറങ്ങുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പും കാര്യങ്ങളും എന്റെ വീട്ടിനകത്ത് നിന്ന് വന്ന് എന്റെ ഹൗസിൽ നിന്ന് വീട്ടിനകത്ത് നിന്ന് തന്നെ വന്നത്. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ബിസിനസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനം എടുത്ത സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ജീവിതത്തിനകത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന എന്റെ വൈഫാണ്. അതെന്തുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ ബിസിനസ് കടന്നു വരുന്നതിന് മുന്നേ തന്നെ ഓൾമോസ്റ്റ് 8ഓളം ബിസിനസ് ഞാൻ എന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന സമയത്ത് തന്നെ പല ആളുകളും പറഞ്ഞു. ഇപ്പം തന്നെ നമ്മളെ ദാറാനി ഉസ്താദിനെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പറഞ്ഞു, എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു. എന്റെ എഡ്യൂക്കേഷൻ 4ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്. ഞാൻ 4ാം ക്ലാസ് വരെ ജീവിതത്തിനകത്ത് 4ാം ക്ലാസ് വരെ പോകാനുള്ള ഏക റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 4ാം ക്ലാസ് വരെ എത്തിയത് 7 വർഷം കൊണ്ടാണ്. അതിനൊരു പ്രത്യേക റീസൺ ഉണ്ട്. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ ഫാദർ ചെറിയൊരു പ്രോബ്ലം കുടുങ്ങിയിട്ട്, കാരണം ഗൾഫിൽ ഫാദറിന് ഒരു ഹൗസ് ജോലിയായിരുന്നു. ജോലി കഴിഞ്ഞതിന് ശേഷം ഒത്തിരി സമയമുള്ള സമയത്ത് വാപ്പ ഒരു പേപ്പറിന്റെ ബിസിനസ്, ന്യൂസ് പേപ്പറിന്റെ ഒരു ജോബ് അവിടെ ചെയ്തു. ആ ജോബ് വാപ്പക്ക് അവിടെ അനുവദീയമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സൗദി സർക്കാർ പിടിച്ചിട്ട് വാപ്പനെ 2 വർഷം പോലെ ജയിലിലിട്ടു. ഈ ജയിലിലിട്ട സമയത്ത് നമ്മളൊക്കെ ചെറുപ്പമാണ്, കുടുംബത്തിന് സ്ട്രഗിൾ ചെയ്തു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസം വന്ന സമയത്ത് എന്റെ അമ്മനോട് ചോദിച്ചാൽ, ഏതായാലും പഠിക്കാൻ അൽത്താഫ് വളരെയധികം വീക്കാണല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ, അല്ലാഞ്ഞാൽ വളരെയധികം സാമ്പത്തിക ക്രൈസിസിലേക്ക് വരും, സാമ്പത്തിക പ്രയാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ അമ്മനോട് പറഞ്ഞു, ഓക്കെ ഞാൻ എന്തായാലും എന്തെങ്കിലും ജോലിക്ക് പോകാൻ തന്നെ. 13ാമത്തെ വയസ്സിൽ മീഡിയ ഫ്രണ്ട്സിന്റെ അമ്മ പറഞ്ഞ വാക്കും കേട്ട് ഞാൻ ജോലിയിലേക്ക് ഇറങ്ങി. മൈസൂർ നാഗമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഏകദേശം എന്റെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ 13ാമത്തെ വയസ്സിൽ പോയിട്ട് ഞാൻ 5 രൂപ സാലറിക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളൊക്കെ മക്കളുണ്ട്, ഈ വോയിസ് കേൾക്കുന്നുണ്ട്. ഏകദേശം 277 ആളുകൾ ഈ വോയിസ് കേൾക്കുന്നുണ്ട്. ഇതിനകത്ത് മെച്ചൂർഡ് ആയിട്ടുള്ള കല്യാണം കഴിച്ചിട്ട് മക്കളുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളെ മക്കൾക്ക് 13 വയസ്സുള്ള മക്കളെ നിങ്ങൾ ജോലിക്ക് പറഞ്ഞയച്ചാൽ എങ്ങനെ ഉണ്ടാവും? പക്ഷെ എന്റെ ഉമ്മന്റെ വീടിന്റെ സാഹചര്യം അതായത് എന്നെ എന്ത് ചെയ്തു, ജോലിക്ക് പറഞ്ഞു വെക്കേണ്ട സിറ്റുവേഷൻ വന്നു. ഞാൻ 13ാമത്തെ വയസ്സിൽ പോയി. മൈസൂരിൽ ചെന്നപ്പോൾ തന്നെ മീഡിയ ഫ്രണ്ട്സ് അവിടെ എത്തി 2ാമത്തെ ദിവസം എനിക്ക് എന്റെ അമ്മനെ കാണാൻ വേണ്ടി പൂതിയായി. കാരണം എന്താ വെച്ചാൽ ഉമ്മനെ വിട്ടിട്ട് നിന്നിട്ടില്ല. 13ാമത്തെ വയസ്സുള്ള ഒരു പയ്യൻ പോയി കഴിഞ്ഞാൽ ഉമ്മനെയും ബാപ്പനെയും കാണാൻ പൂതിയാവില്ലേ? ബാപ്പ നാട്ടിലില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ എന്റെ അമ്മനെ കാണാൻ പൂതിയായിട്ട് ഞാൻ അവിടുന്ന് കരഞ്ഞ സമയത്ത് എന്നോട് ഓണർ പറഞ്ഞ ഒരേ വാക്ക് മാത്രം, ഇത് കോഴിക്കോടല്ല അൽത്താഫെ, ഇത് മൈസൂരാണ്. അതുകൊണ്ട് ഈ വിദേശന്മാര് പാഞ്ഞു പോകാനും നാട്ടിലൊന്നും പറ്റില്ല, അമ്മനെ കാണാനൊന്നും പറ്റില്ല, അവിടെ നിന്നോന്നാണ്. ആ സമയത്ത് വീടിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് വരാനും പറ്റില്ല. അവരെന്നെ പ്രതീക്ഷിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, വീട്ടിൽ കഴിയുന്നത്. ശരിക്കും ഞാൻ പറയാം, ഒരു മാസത്തിൽ എനിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ 150 രൂപയാണ്. ഒരു ദിവസം 5 രൂപയാണ് സാലറി. 150 രൂപ കിട്ടിയാൽ ആ 150 രൂപ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഞാൻ എന്റെ ഉമ്മന്റെ അടുത്തേക്ക് എത്തി. കാരണം വീട്ടിൽ പ്രയാസമാണ്, ഉമ്മയുണ്ട്, അനിയനും ജ്യേഷ്ഠനും ഉണ്ട്, അതേ സമയത്ത് ഒരു വെല്ലിമ്മയും. അപ്പൊ ഇവർക്ക്
എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ആണ് അവർ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വർക്ക് ചെയ്തു. സോ എന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ജീവിതത്തിനകത്ത് ആ 13-ാമത്തെ വയസ്സിൽ ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചു. പിന്നീട് അവിടെ നിന്ന് ജോലി അങ്ങോട്ട് സെറ്റായി. അവിടെ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ എന്തായി, പിന്നെ ഇങ്ങോട്ട് വരുത്തണം എന്നുണ്ടെങ്കിൽ അവരെന്നെ ഇടങ്ങാറായിട്ട് അങ്ങോട്ട് പോകാൻ പോയി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അവരെന്നെ എത്ര വിളിച്ചിട്ട് ഞാൻ വരുന്നില്ല. പിന്നെന്താ, എനിക്ക് ജോലിയുടെ കാര്യത്തിനോട് ഭയങ്കര കമ്മിറ്റ്മെന്റ് ഒന്നും, ഞാൻ അവിടെ സെറ്റായി. സോ എനിവേ ലാസ്റ്റ് അവരൊരു അന്നത്തെ കാലത്ത് കമ്പി അടിക്കുന്ന ഒരു പരിപാടി, അങ്ങനെ കമ്പി അടിച്ചിട്ടാണ് ലാസ്റ്റ് എന്ത് ചെയ്തത്, വീട്ടിലേക്ക് വരുത്തിയത്. വല്യമ്മക്ക് സുഖമില്ല, പെട്ടെന്ന് വന്നേ പറ്റൂ. സോ നാട്ടിൽ വന്നിട്ട് പിന്നെ എന്റെ നാട്ടിൽ നിന്ന് കിട്ടിയില്ല. ഇവിടെ തന്നെ നാട്ടിൽ ഞാൻ ഒരുപാട് ജോലി, ബേക്കറി ജോലി, അലുവ ജോലി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജീവിതത്തിനകത്ത് കല്യാണം ഏകദേശം 22-ാമത്തെ വയസ്സിൽ ഞാൻ എന്ത് ചെയ്ത് മാരേജ് ചെയ്തിട്ടുണ്ട്. എന്റെ വൈഫിനെ കല്യാണം കഴിച്ചു. ഞാൻ ഇടിമൊഴിക്കുന്ന, ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ 4-ാം ക്ലാസ് വിദ്യാഭ്യാസം വന്നത് കൊണ്ട് തന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ ചെറിയ പ്രയാസമുണ്ട്. കാരണം എന്തുകൊണ്ട്, ഞാൻ 6-7-ാമത്തെ പെണ്ണ് കണ്ടിട്ടാണ് ഞാൻ എന്റെ വൈഫിനെ കല്യാണം കഴിക്കുന്നത്. 6 പെണ്ണ് കണ്ട സമയത്ത് ആളുകൾ എന്ത് ചെയ്തിരുന്നു, 6 പെണ്ണ് നമുക്കൊക്കെ അറിയാൻ പറ്റും. നമ്മൾ പെണ്ണ് കാണുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ, ആളുകളോട് വൈഫ് കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ നമ്മൾ രണ്ട് കാര്യം പെൺകുട്ടികളോട് ചോദിക്കാറ്. ഒന്ന് പേരെന്താന്ന് ചോദിക്കും, രണ്ട് എത്ര വരെ സ്കൂൾ പോയിന്ന് ചോദിക്കും. നമ്മൾ അത് ചോദിക്കും. അതേമാതിരി തന്നെ അവർ അവിടെ ഇങ്ങോട്ട് മറുപടിയും പറയും. സോ ഇതുപോലെ മറുപടി പറയുന്ന സമയത്ത് എന്നോട് ചോദിക്കും, എന്താ പേര് നോക്കി, അൽത്താഫ് എന്നറിയാം, എത്ര വരെ സ്കൂൾ പോയി നോക്കി. ഞാൻ പറയും 4-ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അവളോട് അതിന്റെ തീരുമാനം. കാരണം പിന്നെ ആ കല്യാണത്തിനെ കുറിച്ച് പിന്നെ അന്വേഷിക്കേണ്ട സിറ്റുവേഷൻ വരില്ല. ഇങ്ങനെ 6-ാമത്തെ 7-ാമത്തെ പെണ്ണ് കെട്ടിയിട്ടുള്ള ഷെറീനാന്റെ വൈഫ് വൈഫ് 6-ാമത്തെ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ എന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞ പണിത്തരം മാത്രമേ ഉള്ളൂ. പേരെന്താന്ന് ചോദിച്ചു. അവളെന്റെ പേരും പറഞ്ഞ്, ഞാൻ അവളോട് എന്റെ പേരും പറഞ്ഞ്, അവളെ പേരും ഇങ്ങോട്ടും പറഞ്ഞു. വിദ്യാഭ്യാസത്തെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല, എന്നോട് ഓളും ചോദിച്ചു. അതുകൊണ്ട് ആ കല്യാണം എന്തായി, സെറ്റായി. ആ കല്യാണം പരിപാടി നടന്നു. സോ കല്യാണം കഴിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു 4-ാം ക്ലാസ് വിദ്യാഭ്യാസക്കാരനാന്നുള്ളത് അവൾ അറിയുന്നത്. സോ എനിവേ അറിഞ്ഞു കഴിഞ്ഞ് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ജീവിതം തുടങ്ങിയ സമയത്താണ് ശരിക്കും അറിയുന്നത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാൻ പറ്റും ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട്. ചെറുപ്പകാലത്ത് തന്നെ ജോലിക്ക് ഇറങ്ങിയോണ്ട് ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്, ജോലി ചെയ്തുകൊണ്ട് ജീവിതത്തിൽ എവിടെ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓരോ ബിസിനസ്സിനകത്തേക്ക് കടന്നു. എന്റെ ഈ പ്രായത്തിനകത്ത് ഞാൻ 8-9-ാമത്തെ ബിസിനസ്സാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ബിസിനസ് വരുന്നത്. 8 ബിസിനസ് ജീവിതത്തിൽ ചെയ്ത് 8 ബിസിനസ് 8 നില മീഡിയ കിട്ടി. ഒരു രൂപ പോലും അതിനകത്ത് സാമ്പത്തികപരമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ 8 ബിസിനസ് ചെയ്തോടുകൂടിയിട്ട് എന്റെ ഭാര്യന്റെ സ്വർണം കംപ്ലീറ്റ് ഞാൻ വിറ്റു. വിൽക്കാനുള്ളിടത്തോളം കാര്യങ്ങളൊക്കെ വിറ്റു. ലാസ്റ്റ് ഞാൻ വീടിന്റെ ആധാരം വരെ പണയം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ബിസിനസ് ചെയ്തു. ആ ബിസിനസ് പൊട്ടി വീടിന്റെ ആധാരം പോലും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനകത്തേക്ക് വന്നു. വീട് ജപ്തിക്ക് വെച്ചു. 10 വർഷം മുന്നാണ് ഇതൊക്കെ നടക്കുന്നത്. 10 വർഷം മുന്നേ വീട് ജപ്തിക്ക് വെച്ചു. വീട് ജപ്തി ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഒരു രക്ഷയില്ല. ആ സമയത്ത് എന്റെ വാപ്പനോട് പറഞ്ഞു എന്താണ് ചെയ്യാന്ന് വെച്ച സമയത്ത് ഞാൻ വാപ്പനോട് പറഞ്ഞു എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. 15 സെന്റ് സ്ഥലം ഇന്ത്യ പാപ്പന്റെ പേരിലും ഉണ്ട്. അത് നമ്മൾ 3 മക്കളാണ്, ഓരോ പേർക്ക് 5 സെന്റ് സ്ഥലം ഉണ്ടാവും. ഞാൻ ബാപ്പനോട് പറഞ്ഞ 5 സെന്റ് സ്ഥലം തന്നു കഴിഞ്ഞാൽ ഞാൻ അത് വിറ്റിട്ട് ആധാരം എടുക്കാം. സോ ഞാൻ 5 സെന്റ് സ്ഥലം വിറ്റിട്ട് ആധാരം എടുത്തു. പിറ്റത്തെ ദിവസം തന്നെ എന്നെ വീട്ടിനകത്തുനിന്ന് എന്ത് ചെയ്തു, വാടക കോട്ടേഴ്സിലേക്ക് പറഞ്ഞു വെച്ചു. കാരണം വീട്ടിനകത്ത് അനിയനും ജ്യേഷ്ഠനും വന്നിട്ട് പറഞ്ഞു, അൽത്താഫെ ഇനി ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം. കാരണം എന്താ, ഇനിയും നീ എന്ത് ചെയ്യും, നീ പല ബിസിനസ്സും ചെയ്തിട്ട് ഇനിയുള്ള 10 സെന്റ് സ്ഥലം അനക്കുള്ളതല്ല ഞമ്മക്കുള്ളത്. അതും ഈ വീട്ടിന്റെ ആധാരം കൊണ്ടിട്ട് ഇമ്മയും പാപ്പനെയും പറ്റിച്ചിട്ട് എന്ത് ചെയ്യും, പണയം വെക്കും. പണയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുതലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു വാടക കോട്ടേഴ്സിലേക്ക് എവിടെ വെച്ചാൽ നോക്കിപ്പോ നാളെ തന്നെ പോകുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ വളരെ സീരിയസ്ലി ഞാൻ എന്റെ 3 മക്കളെ കൈ പിടിച്ച് ഞാൻ വാടക കോട്ടേഴ്സിലേക്ക് ഇറങ്ങി. ഏകദേശം മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസ്സിനകത്തേക്ക് വരുന്നതിന്റെ കുറച്ച് സമയം വരെ ഞാൻ വാടക കോട്ടേഴ്സിലായിരുന്നു. വാടക കോട്ടേഴ്സിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹൗസ് ഡ്രൈവറും നാട്ടുകാരും എല്ലാവരും വാടക വിറ്റ് എനിക്കൊരു വീട് എന്ത് ചെയ്തു, ഒരു വീടിനുള്ള കുറച്ച് എമൗണ്ടുകളൊക്കെ തന്നു. വൈഫിന്റെ അവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടുന്ന് ആ സ്ഥലം വിറ്റിട്ട് ഞാൻ എന്ത് ചെയ്തു, നാട്ടിലേക്ക് ആ സ്ഥലം വെച്ചു. വീടെടുക്കാനുള്ള ക്യാഷ്, കുറച്ച് ലിൻഡൽ ലെവൽ വരെ എത്താനുള്ള ക്യാഷും കിണർ കുഴിക്കാനുള്ള ക്യാഷും ഉണ്ടായിരുന്നു. അവളോടിയിട്ട് ക്യാഷ് തീർന്നു. പിന്നെ കുറെ പള്ളി കമ്മിറ്റികളും നാട്ടുകാരും സ്നേഹിതന്മാരും പല കാര്യങ്ങളും ചെയ്തിട്ട് എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് വീട്ടിൽ കയറിയിരിക്കുന്ന സിറ്റുവേഷൻ വരെ അവരാക്കി. ആ രീതിനകത്തേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീഡിയ MI ലൈഫ് സ്റ്റൈലിനകത്ത് കടന്നു വരുന്നത്. അപ്പൊ എന്റെ ജീവിതത്തിനകത്ത് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വൈഫ് ടച്ചിനെ പോയി, യാതൊരു സംശയം കരുത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബിസിനസ് ചെയ്യാന്ന് തീരുമാനിച്ച സമയം, കാരണം എന്റെ എക്സ്പീരിയൻസ് ഇതാണ്. അതുകൊണ്ട് ഇനിയൊരു ബിസിനസ്സിനകത്തേക്ക് കടന്നു വന്നാൽ ഞാൻ എന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അറ്റം കണ്ടിട്ടേ ഞാൻ കയറുള്ളൂ. പകുതിയിൽ വെച്ച് ഞാൻ നിർത്തൂല. അതിന്റെ അറ്റം കണ്ടിട്ടേ ഞാൻ കയറാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് വഹിക്കാൻ വൈഫിന് വ്യക്തമായിട്ട് അറിയാം ഞാൻ ഇതിന്റെ അറ്റം കാണുന്നില്ല. അങ്ങനെ അറ്റം വരെ പോകുന്ന സമയത്ത് എന്തൊക്കെ നഷ്ടപ്പെടാണ്ടോ അതൊക്കെ നഷ്ടപ്പെടും ചിലപ്പോൾ. അത് പേടിച്ചിട്ട് മാത്രമാണ് എന്റെ ഭാര്യ പറഞ്ഞത്. എന്റെ ഭാര്യനോട് പറഞ്ഞ ഒരേ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, ഈ ബിസിനസ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല എന്നുള്ളതിനെ കുറിച്ച്. ഞാൻ നിങ്ങളെ വീട് വിട്ട് പോകും, നിങ്ങൾ എന്താ ചെയ്തോളില്ല.
ഞാൻ അവളോട് പറഞ്ഞു ഞാൻ എന്തായാലും മുന്നോട്ട്, കാരണം എന്താ വെച്ചാൽ ഞാൻ ബിസിനസ്സിനകത്ത് കടന്നു വന്ന് എന്റെ കൂടെ ഒരു 3-4 ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഞാനിത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ ബിസിനസ് ചെയ്യാൻ സീരിയസ്ലി തീരുമാനം എടുത്ത് എന്റെ കൂടെ 4-5 ആളും എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തു. അസോസിയേറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഒരു സ്പെഷ്യൽ തീരുമാനം എടുത്ത് എന്തായാലും ശരി ഈ ബിസിനസ്സിനകത്തൂടെ 2,10,000 ഒരു വർഷത്തിന്റെ ഉള്ളിൽ 2,10,000 ഹയസ്റ്റ് ഇൻകം 2,10,000 ആണെങ്കിൽ ആ 2,10,000 ഒരു വർഷം കൊണ്ട് നേടിയെടുക്കണം. അതിനുള്ള ഒരു കഠിന പ്രയത്നം പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്, എന്റെ കൂടെ നിൽക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. എന്റെ 4-5 പേരാണ്, 5-6 പേരാണ് അന്ന് എന്റെ കൂടെ ബിസിനസ്സിനകത്ത് അസോസിയേറ്റ് ചെയ്തത്. ഈ 5 പേരെയും വീട്ടിനകത്തേക്ക് വിളിച്ചിട്ട് വീടിന്റെ അയൽവക്കത്തുള്ള ഒരു ഫ്രണ്ട്സിനെ ജോയിൻ ചെയ്യിച്ചിട്ട് പുള്ളിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, ഞാൻ ഈ ബിസിനസിന്റെ അറ്റം കണ്ടിട്ട് കയറുള്ളൂ, എന്റെ കൂടെ നിൽക്കാൻ റെഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ 4 ആള് പറഞ്ഞു നമ്മളുണ്ട് അൽത്താഫെ, നമുക്ക് ഒരുമിച്ച് ചെയ്യാന്നുള്ളൊരു ഒരു സ്പെഷ്യൽ ഡിസിഷൻ എടുത്ത് വീട്ടിലേക്ക് വന്ന സമയത്താണ് വീട്ടിനകത്ത് നിന്ന് ഈ ഒരു പ്രോബ്ലം വരുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി തീരുമാനം എടുത്ത് എന്ന് നമ്മൾ ജീവിതത്തിനകത്ത് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ജീവിതത്തിനകത്ത് ഒരു ക്രൈസിസും പ്രയാസങ്ങളും പ്രതിസന്ധികൾ വരും. കാരണം എക്സ്ട്രാ ഓർഡിനറി തീരുമാനം എടുക്കുമ്പോൾ മാത്രമേ നമ്മളെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ വരുള്ളൂ, അതുവരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സോ എന്റെ ലൈഫിനകത്ത് വന്ന പ്രശ്നം ഇതായിരുന്നു, വൈഫ് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച്. സോ ഞാൻ എന്റെ ജീവിതത്തിനകത്ത് ഇതിന്റെ അറ്റം കണ്ടിട്ട് കയറുള്ളൂ എന്ന് തീരുമാനമെടുത്തു. വൈഫ് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതം പ്രയാസമാകും. ഞാൻ പറഞ്ഞു ഞാൻ മുന്നോട്ട് വെച്ച കാര്യം ഞാൻ ബാക്കോട്ട് ഒരിക്കലും ബാക്കോട്ട്, ഞാൻ അന്നെ മാറ്റി വെക്കേണ്ടി വന്നാലും അൽത്താഫി ബിസിനസ് ചെയ്യും, അതുകൊണ്ട് എന്റെ മുന്നിൽ കൂടുതലൊന്നും സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞ സ്ഥിതിക്ക് വൈഫിന് മനസ്സിലായി എന്തായാലും ഞാൻ ഈ ബിസിനസിന്റെ അറ്റം കണ്ടിട്ട് കയറുള്ളൂ, അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നുള്ള തീരുമാനം പറഞ്ഞു. എന്റെ ഭാര്യനോട് പറഞ്ഞ ഒരു വാക്ക് മാത്രമേ, 2 വർഷം സമയം ഞാൻ നിങ്ങൾക്ക് തരാം, ഇനിയും ഞാൻ 2 വർഷം സമയം തരും, 2 വർഷത്തിനുള്ളിൽ ഈ ബിസിനസ്സിനകത്ത് എന്തെങ്കിലും ആയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാം, വൈഫിനോട് പറഞ്ഞ വാക്കാണ്, ഇതോടുകൂടി എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും, അത് നിങ്ങളെ പേര് എഴുതി ഇങ്ങനെ പ്രശ്നമാകുമല്ലോ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ തീരുമാനം എന്തായാലും ശരി 2 വർഷം എന്റെ വൈഫ് തന്നിട്ടുണ്ട്, ഈ 2 വർഷത്തിന്റെ ഉള്ളിൽ ഈ ബിസിനസ്സിനകത്ത് കൂടെ പ്രൂവ് ചെയ്തിട്ട് എന്ത് കാണിച്ചു. തീരുമാനം എടുത്ത് ബിസിനസ്സിനകത്ത് ഇറങ്ങിയ സമയത്ത് നമുക്കൊക്കെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഉണ്ടാകും. അന്ന് ഡയറക്ട് സെല്ലിംഗ് കേരളത്തിൽ ഓൾറെഡി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇന്ത്യ ശരിക്കും ബാൻ ചെയ്തിട്ടുള്ള ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ് 2ാമത് കേരള സർക്കാർ ഡയറക്ട് സെല്ലിങ്ങിന് പെർമിഷൻ കൊടുത്ത് ബിസിനസ് മൂവ് ആകുന്ന സമയമാണ് മീഡിയ. 100 ആളോട് ബിസിനസിനെ കുറിച്ച് പറഞ്ഞാൽ 90 ആളുകൾ ബിസിനസിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ആ ബിസിനസ്സിനകത്ത് എന്തായാലും തീരുമാനം എടുത്ത് അറ്റം കണ്ടിട്ട് കയറുള്ളൂ എന്ന് തീരുമാനം എടുത്ത് ഇറങ്ങിയ സമയത്ത് ഫ്രണ്ട്സ് നമുക്കൊക്കെ കിട്ടുന്നതിനകത്ത് ഞാനൊരു 200 പേരെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് 50 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഞാൻ തീരുമാനം എടുത്ത് എന്തായാലും ശരി ഈ ബിസിനസ്സിനകത്ത് ഇത്രയും പേരെ ബിസിനസ്സിനകത്ത് പ്ലാൻ പ്രസന്റ് ചെയ്യണം. അപ്പൊ ഈ ബിസിനസിന്റെ പ്രസന്റേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ് നമ്മൾ MI ലൈഫിന്റെ പ്രസന്റേഷൻ. കാരണം എന്താ, ഓർക്ക് 1-ലും ഓർക്ക് 2-ലും ഇത്ര ബിസിനസ് എന്ന് 10,000 രൂപന്റെ ബിസിനസ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, 1000 രൂപ കിട്ടും. 1 ലക്ഷം രൂപന്റെ ബിസിനസ് എന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 10,000 രൂപ കിട്ടും. 2 ലക്ഷം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 20,000 കിട്ടും. 17 ലക്ഷം വന്നു കഴിഞ്ഞാൽ 2,10,000 കിട്ടും. എന്തോ ഒരു എളുപ്പമുള്ള പ്ലാൻ പ്രസന്റേഷൻ ആണ്. എനിക്ക് ആ പ്രസന്റേഷൻ ഞാൻ പഠിക്കാൻ തയ്യാറായി. എന്റെ കൂടെ 1.5 മാസം എന്റെ അപ്ലൈൻ ആയിട്ടുള്ള മഞ്ചേരിയിലുള്ള CTC ലീഡർ ആയിട്ടുള്ള സുരേഷ് സാറ് എന്റെ കൂടെ ബിസിനസ്സിനകത്ത് വന്നു. 1.5 മാസം മീഡിയ ഫ്രണ്ട്സ് എന്റെ കൂടെ പുള്ളി നടന്നു. എന്റെ കൂടെ നടന്ന സമയത്ത് പുള്ളിനോട് പറഞ്ഞ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, അൽത്താഫെ നിങ്ങളെ കൂടെ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റൂല എന്ന്. എന്നോട് പുള്ളി പറഞ്ഞ വാക്കാം. അതെന്താണ് എന്താണ് സുരേഷ് സാർ എന്ന് ചോദിച്ച സമയത്ത്, നിങ്ങളെ ഈ ചെരുപ്പും ഈ തുണിയും ഈ കുപ്പായിട്ടിട്ടൊന്നും ബിസിനസ് ചെയ്യാൻ പറ്റൂല എന്ന്. കാരണം എന്താ, ഞാൻ മുണ്ട ഉടുക്കാറ്, ഷർട്ട് ഇടും, ഇതെന്റെ ഒരു അബായി ചെരുപ്പമാണ് എന്റെ ലൈഫ് സ്റ്റൈൽ. അപ്പൊ എന്നോട് പുള്ളി പറയാം, ഞാൻ പറഞ്ഞു ഞാൻ സുരേഷ് സാറിനെ ഞാൻ പാന്റ് ഇടൽ നിർത്തിയിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് 8 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ പാന്റ് ഉപയോഗിച്ചിട്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോഴൊന്നും പാന്റ് ഉപയോഗിക്കില്ല. എന്നോട് പറഞ്ഞത്ര മാത്രമേ ഉള്ളൂ, ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ ഈ ബിസിനസിന്റേതായിട്ടുള്ള ഡ്രസ് കോഡ് ഉണ്ട്, ആ ഡ്രസ് കോഡിലേക്ക് ചേഞ്ച് ചെയ്താലേ പറ്റുള്ളൂ എന്നാണ്. ഞാൻ പറഞ്ഞു ഈ ബിസിനസിന്റെ തലയിലേക്ക് ഒന്ന് കയറിക്കോട്ടെ, തലയ്ക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഓടുന്നതിനേക്കാളും സ്പീഡിൽ എന്റെ കൂടെ നിങ്ങൾ ഓടി എത്തൂല എന്ന് പറഞ്ഞാൽ പുള്ളി. സോ പുള്ളി പറഞ്ഞു അതൊക്കെ വേറെ സ്ഥിതി, അതൊക്കെ അൽത്താഫ് പറഞ്ഞു, അതിലൊന്നും വിഷയമല്ല, ഡ്രസ് കോഡ് ചേഞ്ച് ചെയ്താൽ പറ്റൂല എന്നാണ്. ഞാൻ പറഞ്ഞ് 1.5 മാസം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഷാർപ്പ് പുള്ളി 1 മാസം കഴിഞ്ഞ സമയത്ത് ഞാൻ പുള്ളിന്റെ കൂടെ നിന്നിട്ട് ഈ പുള്ളി പ്രസന്റ് ചെയ്യുന്നൊന്ന് നോക്കി പഠിച്ചു. എന്നിട്ട് ഷാർപ്പ് 1.5 മാസം കഴിഞ്ഞ സമയത്ത് ഞാൻ പുള്ളിനോട് പറഞ്ഞു, ഇനി സുരേഷ് സാർ നിങ്ങളുടെ ടീമിനകത്തേക്ക് ഞാൻ വിളിക്കുമ്പോൾ മാത്രം വന്നാൽ മതിയാണ്, ഞാൻ വിളിക്കുമ്പോൾ മാത്രം വന്നാൽ മതി. അതിന്റെ ശേഷം അപ്പൊ പുള്ളി പറഞ്ഞു, ഇതിന്റെ വീക്കർ ഓർഗനൈസേഷനാണ് അൽത്താഫ്, അതുകൊണ്ട് അൽത്താഫിന്റെ അടുത്ത് നിന്ന് പണിയെടുത്താൽ എനിക്ക് പൈസ കിട്ടുള്ളൂ എന്നാണ് പുള്ളിനോട് പറഞ്ഞ വാക്കതാണ്. ഞാൻ പറഞ്ഞു നിങ്ങളെ വീക്കർ ആണോ വേറെ ആണോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഈ ബിസിനസ്സിനകത്ത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് സുരേഷ് സാറെ, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരു തീരുമാനം എടുത്തിറങ്ങിയതാണ്, അതുകൊണ്ട് ഇതിനെ കുറിച്ച് നിങ്ങൾ വറിയിടാണ്ടത്. അങ്ങനെ പറഞ്ഞ് വീണ്ടും പുള്ളി പറഞ്ഞു ഞാൻ എന്തായാലും വരുന്നതാണ്. ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം എടുത്ത തീരുമാനം ഒറ്റ കാര്യം മാത്രം. ഞാൻ നേരെ എന്ത് ചെയ്തു, ഒരു 1,400 രൂപ മേടിച്ച് ഞാൻ നേരെ കാലിക്കറ്റ് പോയി മിഠായി തെരുത്ത് പോയിട്ട് ഞാൻ 2 പാന്റ് 2 ഷർട്ട് 1 ബെൽറ്റ് 1 ഷൂ
ഒരു ചെറിയൊരു ബാഗും വാങ്ങിയിട്ട് മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ മൈലേഷ്യയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തു. ഈ ഡ്രസ്സിലെടുത്തിട്ട് രണ്ടും ഒരു വൈറ്റ് കളർ ഷർട്ട് ബ്ലാക്ക് കളർ പാന്റും എടുത്തത്. കാരണം എന്താ, ഇത് ഇസ്തിരി ഇട്ട് കഴിഞ്ഞാൽ ഇടാൻ നല്ല സുഖം. കാരണം അതിൽ കൂടുതലായിട്ട് വാങ്ങിക്കാനുള്ള സാമ്പത്തിക കയ്യിലില്ല. 1400 രൂപക്ക് മൈ ഡിയർ ഫ്രണ്ട്സ് ഇതൊക്കെ കഴിച്ചിട്ടും 50 രൂപ പെട്രോൾ അടിച്ചിട്ട് നാട്ടിലേക്ക് വരാനുള്ള പൈസയും കയ്യിൽ ബാലൻസ് ഉണ്ട്. 1350 രൂപക്ക് മൈ ഡിയർ ഫ്രണ്ട്സ് 2 പാന്റ് 2 ഷർട്ട് ഒരു ബെൽറ്റ് ഒരു ഷൂ ഇത് വാങ്ങിയിട്ട് മൈലേഷ്യയിൽ ബിസിനസ് ചെയ്യാൻ അൽത്താഫ് തീരുമാനം എടുത്തു. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഞാൻ എടുത്തത് 200 പേജിന്റെ ഒരു ബുക്ക് എടുത്തു. 200 പേജിന്റെ ഒരു ബുക്ക് എടുത്തിട്ട് ഞാൻ ആ ബുക്കിന്റെ ഫ്രണ്ട് പേജിനകത്ത് തന്നെ ഞാൻ എഴുതി വെച്ചു. ഈ 200 പേജിനകത്ത് അൽത്താഫ് ബിസിനസ് പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത്, പ്രസന്റേഷൻ കഴിയുന്ന സമയത്ത് 2,10,000 അൽത്താഫ് എന്ത് ചെയ്തു, മൈലേഷ്യലിനകത്ത് നിന്ന് വാങ്ങുന്ന തീരുമാനം എടുത്തു. എഴുതി വെച്ചിട്ട് മൈ ഡിയർ ഫ്രണ്ട്സ് ഇറങ്ങി. ഒരു അപ്ലൈനും ഒരു ഡൗൺലൈനും എന്ത് ചെയ്തില്ല, അവരെ ഗൈഡൻസ് മാത്രം നീങ്ങിയിട്ട് ഞാൻ തന്നെ തീരുമാനം എടുത്ത് ഞാൻ ഇറങ്ങി. എനിക്ക് മൈ ഡിയർ ഫ്രണ്ട്സ് അന്ന് അറിയുന്ന 2 മൈലേഷ്യലിന്റെ പ്രൊഡക്റ്റിന്റെ 2 പ്രൊഡക്റ്റിന്റെ പേര് അറിയുള്ളൂ. ഒന്ന് ചാമ്പി തൈലം, ഒന്ന് നോവേദന. ഈ നോവേദന ക്യാപ്സൂള്, നോവേദന ജെല്ല്, ഈ 2 പ്രൊഡക്റ്റിന്റെ അതേ സമയത്ത് ചാമ്പി തൈലം. കാരണം ചാമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നമ്മളെ നാട്ടിൽ ചാമ്പ് എന്നറിയും, ആളിട്ട് ചാമ്പുന്ന പരിപാടിയില്ല. അതാണ് ഇതിന്റെ മെയിനകത്ത് ഒന്ന് ഓർമ്മ. 2 നോവേദന, വേദന എന്നുള്ള സംഭവം ഇത് പറയാൻ നല്ല സുഖമാണ്. ഈ 2 പ്രൊഡക്റ്റിന്റെ പേരും വെച്ചാണ് മൈ ഡിയർ ഫ്രണ്ട്സ് അൽത്താഫ് മൈലേഷ്യൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ അങ്ങേപ്പുറം എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല, ഒരു സാധനവും അറിയില്ല. പക്ഷെ ഇറങ്ങി പ്രവർത്തിച്ചു. 5.5 മാസം കൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ എന്റെ പ്രയോറിറ്റി ജീവിതത്തിനകത്ത് സക്സസ് ആകുക എന്നുള്ളതാണ്. കാരണം 2 വർഷത്തിന്റെ ഉള്ളിൽ എന്റെ വൈഫിന്റെ മുന്നിൽ എനിക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അതിനിതല്ലാതെ വേറെ ഒരു മാർഗമില്ല. മുന്നോട്ട് വെച്ച കാലാണ് പുറകോട്ട് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇറങ്ങി പണിയെടുത്തു. 200 ആളെ ലിസ്റ്റിനകത്ത് 50 ആളുകളെ സെലക്ട് ചെയ്തിട്ട് 1 മാസം 30 ദിവസം സമയം വെച്ചിട്ട് മീഡിയ ഫ്രണ്ട്സ് പ്രസന്റേഷനകത്ത് ഇറങ്ങി. 40 പേരും മീഡിയ ഫ്രണ്ട്സ് റിജക്ട് ചെയ്തു. 10 പേര് യെസ് പറഞ്ഞു. 3-4 പേര് അതിനകത്ത് എന്റെ കൂടെ ബിസിനസ്സിനകത്ത് അസോസിയേറ്റ് ചെയ്തു. മീഡിയ ഫ്രണ്ട്സ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കാൻ കൊച്ചി പോകണം അല്ലെങ്കിൽ കോയമ്പത്തൂർ പോകണം. കേരളത്തിൽ വേറെ എവിടെ ഓഫീസില്ല. കേരളത്തിൽ ഒരേ ഒരു ഓഫീസ് ഉള്ളത് കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ, പിന്നെ ഉള്ളത് കോയമ്പത്തൂരാണ്. ഈ 2 സ്ഥലത്തേക്ക് പോണ ഒരാൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കാം. സോ ആ രീതിയിനകത്ത് എന്റെ മീഡിയ ഫ്രണ്ട്സ് ഇറങ്ങി. 200 പേജിന്റെ ബുക്ക് എടുത്തിട്ട് മീഡിയ ഫ്രണ്ട്സ് ബിസിനസ് പ്രസന്റേഷനകത്ത് ഇറങ്ങി. 5.5 മാസം കൊണ്ട് മീഡിയ ഫ്രണ്ട്സ് ഈ ബിസിനസ്സിനകത്ത് കൂടെ സ്റ്റേറ്റ് ടീപ്പ് കോർഡിനേറ്റർ എന്നുള്ള ലെവലിനകത്ത് എന്ത് ചെയ്യും എത്താൻ പറ്റി. അന്ന് കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോഗ്രാം ദുബായ് ക്വാളിഫിക്കേഷൻ ടാർഗറ്റ് വെച്ചു. എന്തായാലും ശരി, എന്നോട് അന്ന് എന്റെ അപ്ലൈൻ പറഞ്ഞ വാക്കുത്തരം മാത്രം, അൽത്താഫ് ഒരു തീരുമാനം എടുത്ത് ഇറങ്ങുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഫസ്റ്റ് ദുബായ് ക്വാളിഫയർ ആയിട്ട് ഒരു പക്ഷേ അൽത്താഫിന് മാറാൻ പറ്റുന്നതാണ്. തീരുമാനം എടുത്ത് മഴ ഫ്രണ്ട്സ് ഇറങ്ങി പ്രവർത്തിച്ചു. കേരളത്തിലെ 2ാമത്തെ ദുബായ് ക്വാളിഫയർ ആയിട്ട് അന്ന് എന്ത് ചെയ്യാൻ പറ്റി, മാറാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് എനിക്ക് എന്നോട് മുബിൻ സാർ പറഞ്ഞ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. അന്നാണ് ഫസ്റ്റ് മുബിൻ സാർ, ഞാൻ ദുബായ് ക്വാളിഫൈ ചെയ്തെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ മുബിൻ സാറെ കണ്ടിട്ടൊന്നുമില്ല. അന്ന് ഞാൻ ATC ലീഡറാണ്. TC കഴിഞ്ഞ് ATCയിലേക്ക് മൂവ് ചെയ്തു കൊണ്ടിരിക്കുക. അന്ന് എന്റെ അപ്ലൈൻ ആയിട്ടുള്ള മനോജ് കുമാർ സാറും അതുപോലെ തന്നെ മുബിൻ സാറും പാടെ കൂടി കോൺഫറൻസ് കോളിൽ വന്നിട്ട് എന്നോട് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. മുബിൻ സാറ്, അൽത്താഫ് ഞാൻ ഡയറക്റ്റ്ലി ഒരു പ്രോഗ്രാം തരാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെച്ചിട്ട്. പക്ഷെ അൽത്താഫ് ഒരു കമ്മിറ്റ്മെന്റ് വേണം എന്നോട്. എന്താണ് സാർ എന്ന് വെച്ച്, നിങ്ങൾ ഓർഗനൈസേഷനകത്ത് ഒരു 3 പേരെ അല്ലെങ്കിൽ ഒരു 4 പേരെ ദുബായിലേക്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യിപ്പിക്കണം. നിങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ മുബിൻ സാറോട് അബ്സല്യൂട്ട്ലി മുബിൻ സാറോട് ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഞാനൊരു 4 പേരും ഞാനും പാടെ കൂടിയിട്ട് എന്തുണ്ടാവും, 4 പേരായിട്ട് നമ്മൾ എന്തുണ്ടാവും ദുബായിലേക്ക് ഉണ്ടാവും പറഞ്ഞ് തീരുമാനം എടുത്ത് ഇറങ്ങി. സോ ദുബായ് ക്വാളിഫിക്കേഷൻ കഴിയുന്ന സമയത്ത് മൈ ഡിയർ ഫ്രണ്ട്സ് 4 ആളെ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. 3 ആളെ ദുബായ് ക്വാളിഫിക്കേഷന്റെ താഴത്തിനകത്ത് നിന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ദുബായ് ക്വാളിഫിക്കേഷൻ ഫൈനൽ ചെയ്ത സമയത്ത് മുബിൻ സാറിനോട് പറഞ്ഞു. ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ പിറ്റേന്ന് തന്നെ മുബിൻ സാർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പാലിച്ചു, പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ പാലിക്കാന്ന് പറഞ്ഞ ഫസ്റ്റ് ഒരു ഡേറ്റ് തന്നു. ഞാൻ ZDC ആ സമയത്താണ് മുബിൻ സാർ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. ഒരു പ്രോഗ്രാം കോട്ടക്കൽ എനിക്ക് തന്നു. മുബിൻ സാർ വന്നു. 400 ആളടങ്ങുന്ന ഒരു പ്രോഗ്രാം ഞാൻ അതിനകത്ത് എന്ത് ചെയ്തു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്റെ ലൈഫിനകത്ത് ഏറ്റവും വലിയ തുടക്കമായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് മുബിൻ സാർ അനൗൺസ് ചെയ്തു, ഇവിടെ സീലിംഗ് അച്ചീവർ ആയിട്ട് ആർക്ക് കയറാൻ പറ്റും, നെക്സ്റ്റ് ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ആ പ്രോഗ്രാമിനകത്ത് തീരുമാനം എടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ ചാടി കയറി സ്റ്റേജിന്റെ മുകളിൽ ചാടി കയറിയിട്ട് പറഞ്ഞു ഞാൻ സീലിംഗ് അച്ചീവർ ആവുന്നതാണ്. ഇറങ്ങി മീഡിയ ഫ്രണ്ട്സ് പ്രവർത്തിച്ചു. സോ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. സോ നോ പ്രോബ്ലം, അതെന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുണ്ടാവുന്നുള്ള തീരുമാനം എടുത്തു. രണ്ടാമത് അഗൈൻ ഒരു തീരുമാനം എടുത്തിട്ട് വീണ്ടും ഇറങ്ങി. എന്തായാലും ശരി, ഈ ആഴ്ച ദുബായ് ക്വാളിഫൈ അല്ല
സീലിംഗ് അടിച്ച് തീരുമാനിച്ച് അടങ്ങുമെന്ന് തീരുമാനം എടുത്തിട്ട് ഫുൾ സ്വിങ് ഫയറോട് കൂടിയിട്ട് ഇറങ്ങി രാവും പകലും ഇല്ലാതെ മൈ ഫ്രണ്ട്സ് വർക്ക് ചെയ്തു. ഷാർപ്പ് പറഞ്ഞ സമയത്ത് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് 2,10,000 11ാമത്തെ മാസം മൈ ഫ്രണ്ട്സ് ഈ ബിസിനസ്സിനകത്ത് കൂടെ എന്റെ അക്കൗണ്ടിനകത്ത് ദൈവം തന്നു. ഇന്നത്തെ കണ്ടീഷനകത്ത് മൈ ഫ്രണ്ട്സ് ഒന്നിൽ കൂടുതൽ തവണ 2,10,000 ബിസിനസ്സിനകത്ത് കൂടെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടുന്ന് എടുത്ത തീരുമാനമാണ് ഇന്ന് ഈ ബിസിനസ്സിനകത്ത് ഇന്ന് വരെ മൈ ഫ്രണ്ട്സ് പുറകോട്ട് നിൽക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടില്ല. സോ ഇറങ്ങി പ്രവർത്തിച്ച് അന്ന് എന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു ഒരു കാറ് വാങ്ങിക്കാൻ. ഈ ബിസിനസ്സിനകത്ത് ഒന്നും എനിക്ക് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും ഒന്നുമില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, അങ്ങനത്തെ പൈസ സ്വരൂപിച്ച് വെക്കുന്ന ഒരു പരിപാടികളൊന്നുമില്ല. ഫസ്റ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടും പാൻ കാർഡൊക്കെ എടുത്ത് വന്നപ്പോൾ തന്നെ ഏകദേശം 3 മാസം കഴിഞ്ഞ് ബിസിനസ്സിനകത്ത്. ആ 3 മാസം കൊണ്ട് എന്റെ അക്കൗണ്ട് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് MI ലൈഫ് സ്റ്റൈലിന്റെ അക്കൗണ്ടിനകത്ത് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ 3 മാസം കൊണ്ട് ടോട്ടൽ ട്രാൻസാക്ഷൻ ഏകദേശം 1,05,000 രൂപ ഉണ്ടായിരുന്നു എന്റെ 3 മാസത്തെ വരുമാനം. ആ 1,05,000 രൂപ എടുത്തിട്ട് മൈ ഫ്രണ്ട്സ് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ടാറ്റ ഇൻഡിഗോ, എന്റെ ഫസ്റ്റ് ഡ്രീം കാർ, ഒരു കാർ ബൈക്കിൽ ഞാൻ എടുത്തത് ടാറ്റ ഇൻഡിഗോ ഈ ബിസിനസ്സിനകത്ത് കൂടെ ഏകദേശം 90,000 രൂപക്ക് എന്ത് ചെയ്തു, ഒരു ടാറ്റ ഇൻഡിഗോ കാർ എന്ത് ചെയ്തു ബിസിനസ്സിനകത്ത് കൂടെ എടുത്തു. ഫസ്റ്റ് അച്ചീവ്മെന്റ്സ്. സോ അതെന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയൊരു തുടക്കമായിരുന്നു. പല ആളുകളും പറഞ്ഞു, ആ സമയത്ത് എന്റെ നാട്ടുകാർ പറഞ്ഞ വാക്കുണ്ട്. കാരണം എന്റെ നാട്ടിലുള്ള ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടിറങ്ങിയിരുന്ന ഒരു വണ്ടിയാണ് ഈ ടാറ്റ ഇൻഡിഗോ. എന്റെ ഒരു മുതലാളിന്റെ വണ്ടിയായിരുന്നു. അന്ന് ഈ ടാറ്റ ഇൻഡിഗോ വാങ്ങിയ സമയത്ത് എന്റെ നാട്ടുകാരൊക്കെ പറഞ്ഞ വാക്ക്, അൽത്താഫിന് സുക്കൂറാജി എന്ന് പറയും, പുള്ളിന്റെ വണ്ടിയാണ് ഞാൻ എടുത്തത്. സുക്കൂറാജി വെറുതെ കാർ കൊടുത്താണ് മൈ ലൈഫ് സ്റ്റൈൽ ഓൺ ചെയ്യുന്ന ബിസിനസ് ചെയ്യാൻ. എന്നിട്ട് ഓൻ വലിയ ഡയലോഗ് അടിച്ചിറക്കാണ്, ഓൻ ചെയ്യുന്ന ഡയറക്ട് സെല്ലിങ്ങിനകത്ത് കൂടെ വാങ്ങിയതാക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാണ്, കളവ് പറഞ്ഞിട്ട് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് എന്റെ കൂടെ പലപ്പോഴും ഞാനും ഓനും പാടെ കൂടി പല സ്ഥലത്തും പോകുന്നത്, നമ്മളൊരു ഇന്റിമേറ്റ് ഫ്രണ്ട് തന്നെ എന്നോട് ഓപ്പൺലി എന്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ ആളുകൾ ഇടയിൽ എന്റെ അങ്ങാടി എന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയോടൊന്നും മറുപടി പറഞ്ഞു, ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു. നിങ്ങൾക്ക് ഇതൊക്കെ പറയാന്ന്, ഞാൻ അത് മനസ്സിൽ കുറിച്ചിട്ട് ഒരു കുറിക്കൽ മാത്രമേ ഉള്ളൂ. ഒരു പക്ഷെ ഇവർക്ക് ഇത് പറയാം, ഇതിനും വലിയ അച്ചീവ്മെന്റ്സ് എന്നാലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഫ്രണ്ട്സ് അന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, എന്തായാലും ശരി ഈ ബിസിനസ്സിനകത്ത് കൂടെ ഒരു ലക്ഷറി കാർ വാങ്ങി. അങ്ങനെ ഞാൻ അന്ന് എഴുതി വെച്ചു, അന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ വീട്ടിൽ ഒട്ടിച്ചു വെച്ച കാറാണ് അന്നത്തെ മറ്റേ ഉണ്ടായിന്റെ വർണ്ണ. ഒരു വർണ്ണ കാർ എടുക്കുന്നുള്ളതിനെ കുറിച്ചിട്ട് തീരുമാനം എടുത്തു. ഞാൻ വർക്ക് ചെയ്തു. സോ വാങ്ങിക്കാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ വെർണ ഓടിച്ചു നോക്കിയ സമയത്ത് എനിക്ക് എന്തോ കംഫർട്ടബിലിറ്റിക്ക് ഒരു പ്രോബ്ലം വന്നു. ഞാൻ എഴുതി അത് വേണ്ടാന്നുള്ളതിനെ കുറിച്ച് ഞാൻ അന്നും കണ്ടിരുന്ന ഒരു കാറായിരുന്നു സിയാസ്. എനിക്ക് സിയാസ് കാർ ഭയങ്കര ഇഷ്ടമാണ്. ആ കാറിന്റെ ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോ എന്റെ മെയിനിനകത്ത് അന്നും ഇങ്ങനെ തേട്ടിക്കൊണ്ട് വരുന്ന സിയാസ് കാർ. നേരെ ഞാൻ എന്ത് ചെയ്തു, മാരുതി സിയാസിനകത്തേക്ക് കൺവേർട്ട് ചെയ്തു. ഞാൻ ആ ഫോട്ടോ എടുത്തു. ഷാർപ്പ് മൈ ഫ്രണ്ട്സ് 12ാമത്തെ മാസം ഞാൻ ഈ ബിസിനസ്സിനകത്ത് കൂടെ 2,10,000 വാങ്ങിയ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു, ഞാൻ ഈ ബിസിനസ്സിനകത്ത് കൂടെ കാറ് വാങ്ങിച്ചു. ഇന്ന് ഞാൻ ഓടിച്ചു കൊടുക്കുന്ന സിയാസ് കാർ 12 ലക്ഷത്തിന്റെ മുകളിൽ വില വരുന്ന സിയാസ് കാർ മൈ ഫ്രണ്ട്സ് ഈ ബിസിനസ്സിനകത്ത് കൂടെ എനിക്ക് 2,10,000 വാങ്ങുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് ഈ ബിസിനസ്സിനകത്ത് കൂടെ കാറിൽ ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ, ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈലിനകത്ത് ഒറ്റ വർഷം കൊണ്ട് ബിസിനസ്സിനകത്ത് കൂടെ മാറ്റാൻ പറ്റി. എന്റെ വരുമാനം ഈ ബിസിനസ്സിനകത്ത് കൂടെ 1 ലക്ഷത്തിന്റെ കൂടുതലേക്ക് മന്ത്ലി വരുമാനം 1 ലക്ഷത്തിലേക്ക് എത്താൻ മൈ ഫ്രണ്ട്സ് ഈ ബിസിനസ്സിനകത്ത് കൂടെ 1 ഇയർ മൈ ഫ്രണ്ട്സ് എനിക്ക് പിടിച്ചിട്ടുള്ളൂ. 1 ഇയർ. ഞാൻ ഈ വണ്ടി എടുത്ത് നാട്ടിൽ വന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാ ആളുകളും എന്നോട് പറഞ്ഞ വാക്കം തന്നിരും. എന്നിട്ട് ഞാൻ ഈ വ്യക്തിനോട് ചോദിച്ചു, ഇതും സുക്കൂറാജി തന്നാ നിങ്ങൾ പറയുമെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ, അന്നെ ഞാൻ ഒന്ന് കോരിയതല്ലടാ. മൈ ഫ്രണ്ട്സ് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. ഇന്നലെ ഡയമണ്ട് അനിൽ സാർ പറഞ്ഞ മാതിരി നമ്മളെ ജീവിതത്തിനകത്ത് സക്സസ് ആകുന്നത് വരെ ആളുകൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരുന്നു. സക്സസ് ആയി കഴിഞ്ഞാൽ ആളുകൾ 100% അവർ പറയുന്നത് അനക്കിത് പറ്റുന്നുള്ളത് എനിക്ക് മുമ്പേ അറിയാന്നുള്ളതിനെ കുറിച്ചിട്ടും പറയും. മൈ ഫ്രണ്ട്സ് ജനങ്ങളെ ആറ്റിറ്റ്യൂഡ് ഇതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ലൈഫും നമ്മളെ ജീവിതം കിടക്കണ നമ്മളെ കയ്യിലാണ്, നാട്ടുകാരെ കയ്യിലല്ല. ആ ഒരു തീരുമാനമാണ് മൈ ഫ്രണ്ട്സ് ഈ ബിസിനസ്സിനകത്ത് നമ്മൾ എടുക്കേണ്ടത്. സോ 2024 ഞാൻ ഓപ്പൺലി പറയും, നിങ്ങളൊക്കെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങളാണ് ഡയറക്ട് സെല്ലിങ്ങിനകത്ത് കൂടെ സംഭവിക്കാൻ പോകുന്നത്. എന്റെ ലൈഫിനകത്ത് 2024, 2025 ഞാൻ വെച്ച പ്രൊജക്ട് അൺബിലീവബിൾ ആയിട്ടുള്ള പ്രൊജക്ടുകളാണ്. ഇന്ന് ഈ ഓർഗനൈസേഷന് നിങ്ങൾ നിൽക്കുന്ന ഈ ടീമിനകത്തുനിന്നുള്ള ഇന്ന് ബിജു സാർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഉസ്താദ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഇന്ന് ഈ ബിസിനസ്സിനകത്ത് കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട്, ഞാൻ കമ്മിറ്റ്മെന്റിന്റെ പര്യായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മർ ഉസ്താദിനൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ ഉമ്മർ ഉസ്താദുമായിട്ട് ഇന്നലെ വാട്സപ്പിനകത്ത് കൂടെ 1-2 കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തു. ആ സമയത്ത് എനിക്ക് ഓപ്പൺലി മനസ്സിലാക്കാൻ പറ്റി, നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. ബിജു സാറായിട്ട് ഞാൻ വളരെയധികം നല്ല റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തിയാണ്. ബെല്ലി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ബിസിനസ്സിനകത്ത് പല ബാലപാഠങ്ങളും ഞാൻ പഠിച്ചതും എന്റെ ഒരു എന്താ പറയാ, എന്നെ നമ്മൾ ക്രോസ് ലൈൻ ആണെങ്കിലും കൂടിയിട്ട് വളരെ നല്ല രീതിയിൽ എന്നെ ബിസിനസ് പരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ബിസിനസ്സിനകത്ത് വന്നത് മുതൽ എന്നെ അന്ന് മുതലേ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ലീഡറാണ് നിങ്ങളെ ബെല്ലി സാർ. ഈ ഒരു ഓർഗനൈസേഷൻ, ഈ ടീമിനകത്തുള്ള ലീഡേഴ്സിനെ സംബന്ധിച്ച് ഇവരെ കൂടെ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി, വരാൻ പറ്റി എന്നുള്ളതാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളെ ഏറ്റവും വലിയ ഭാഗ്യം.
യാതൊരു സംശയം കരുതണ്ട. അതാണ് നിങ്ങളെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഒരു കമ്മിറ്റ്മെന്റും ഈ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ എന്റെ ലൈഫിനകത്ത് കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഡയറക്ട് സെല്ലിങ്ങിനകത്ത് കൂടെ മീഡിയ ഫ്രണ്ട്സ് അൺബിലീവബിൾ ആയിട്ടുള്ള സക്സസ് ആണ് ഉണ്ടാക്കിയത്. സോ ഞാൻ ഈ ബിസിനസ്സിനകത്ത് കൂടെ കാർ എടുത്തിട്ടുണ്ട്. എന്റെ ഒത്തിരി കുറച്ച് കടബാധ്യതകൾ ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ഞാൻ തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ദ സെയിം ടൈം ഒരു വീടിനോട് ചാരിയിട്ട് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അത് ഈ ബിസിനസ്സിനകത്ത് കൂടെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളെ മുന്നിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് മീഡിയ ഫ്രണ്ട്സ് ഈ ബിസിനസ്സിനകത്ത് കൂടെ ഒരു ഐഡിയ NTC CTCയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ഐഡിയ RTC ആണ്, കമ്മിങ് സൂൺ NTCയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഒരു ഐഡിയ DTC കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ ബിസിനസിന്റെ സ്ട്രക്ചർ. ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ബിസിനസ്സിനകത്ത് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിലും കേരളത്തിന്റെ പുറത്തും. കർണാടകയിൽ ബിസിനസ് ഉണ്ട്, തമിഴ്നാട് ബിസിനസ് ഉണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ അനുകൊണ്ട് 3-4 ജില്ലകളിലും ബിസിനസ് കെട്ടിപ്പടുക്കാൻ ഈ ഒരു കഴിഞ്ഞ 6 വർഷം കൊണ്ട് പറ്റിയിട്ടുണ്ട്. സോ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കാം. ഇന്ന് നിങ്ങൾ ഈ ഇരിക്കുന്ന 100-300 ജില്ല ആളുകൾ ഈ ഗ്രൂപ്പിനകത്ത് നിന്ന് ഇന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്നത്, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്നെ പോലുള്ള ഒരു വ്യക്തിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺലി ചോദിക്കും, ഈ നിൽക്കുന്ന ഏതൊരു വ്യക്തിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും? ഇന്ന് ഞാൻ ഓപ്പൺലി നിങ്ങളോട് പറയും, എനിക്ക് എന്റെ പേരല്ലാത്ത എന്റെ വൈഫിന്റെ പേര് പോലും എഴുതാൻ ഇരിക്കുന്നത് അറിയില്ല. പക്ഷെ നിങ്ങൾ പറയും, ഞാൻ എന്തുകൊണ്ട് അത് പഠിച്ചൂടാ? പഠിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, ഇരുന്ന് പഠിക്കാൻ പറ്റിയ സംഭവം തന്നെ ഉള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ എന്റെ ജീവിതത്തിനകത്ത് ചില കാര്യങ്ങളുണ്ട്. സാമ്പത്തിക ക്രൈസിസ് കൊണ്ട് മീഡിയ ഫ്രണ്ട്സ് എന്റെ ലൈഫിനകത്ത് ഞാൻ അനുഭവിക്കാനുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് സമ്പത്ത് വന്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്ന അനുഭവവും, ഇത് 2 ഫേസും ഞാൻ എന്റെ ജീവിതത്തിനകത്ത് കണ്ടിട്ടുണ്ട്. സാമ്പത്തികം ഇല്ലാത്ത സമയത്ത് ഒരു മനുഷ്യന്മാര്, കുടുംബക്കാരും ഫ്രണ്ട്സ് കൂട്ടുകാരും അവനാന്റെ സ്വന്തം ചോര പോലും മീഡിയ ഫ്രണ്ട്സ് സാമ്പത്തികം ഇല്ലാത്ത സമയത്ത് അവനാന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് കൂടെ ചവിട്ടി പോകാൻ തയ്യാറാണ്. ഇന്ന് മീഡിയ ഫ്രണ്ട്സ് നമ്മൾ ആലോചിച്ചൊക്കെ സമ്പത്തുള്ള സമയത്ത് അവരെ വീട്ടിൽ എന്ത് പ്രോഗ്രാം നടക്കണമെങ്കിൽ, എന്ത് കാര്യങ്ങൾ ചോദിക്കണമെങ്കിലും നമ്മളെ സമയം നമ്മളെ കാര്യങ്ങളും ചോദിച്ചിട്ട് മീഡിയ ഫ്രണ്ട്സ് അവരെന്ത് ചെയ്യുള്ളൂ, ഇന്ന് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങുള്ളൂ. അതെന്താ? സമ്പത്ത് ഉണ്ടായപ്പോഴുള്ള ലൈഫ് സ്റ്റൈലാണ്. ഈ സമ്പത്ത് ഇല്ലാത്ത സമയത്ത് എന്റെ ഉമ്മ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. കാരണം കല്യാണത്തിന് ഞാൻ പോലെ സക്കാരല്ല, മുടിയാൽസിലാജ്, അത് ഒരു പരിപാടിന്റെ ജീവിതത്തിനകത്ത് 2 വർഷത്തിന് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ പ്രയോറിറ്റി കുടുംബത്തിനകത്ത് കൊടുത്തിട്ടില്ല. എന്റെ അമ്മ എന്നോട് ഒരു ദിവസം എന്നെ കാണാനായിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ വാക്കുണ്ട്, ഞാൻ എന്റെ മോനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഗൾഫിലുള്ള എന്റെ ഒരു മോണ്ട്, ഓനെ ഞാൻ എന്ത് ചെയ്യും, മൊബൈലിനകത്ത് കൂടെങ്കിലും കാണും, പക്ഷെ അന്ന് എനിക്ക് കാണാൻ കിട്ടണില്ല. എന്നിട്ട് എന്റെ അമ്മനോട് പറഞ്ഞ വാക്ക് ഇത്ര മാത്രം, കുടുംബങ്ങൾ മറക്കരുതടാന്ന് എന്റെ അമ്മനോട്. അപ്പൊ ഞാൻ എന്റെ അമ്മനോട് പറഞ്ഞ ഒരേ ഒരു വാക്ക് മാത്രമേ, ഉമ്മ ഞാൻ ഒരിക്കലും കുടുംബത്തിന് മറക്കൂല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കുടുംബങ്ങൾ ഞാൻ വാടക കോട്ടേഴ്സിൽ നിന്ന സമയത്തും സാമ്പത്തിക ക്രൈസിസ് ഉള്ള സമയത്തും എന്റെ വീട്ടിൽ പോലും കയറാൻ തയ്യാറാകാത്ത നിങ്ങളെ അനിയത്തികളും ജ്യേഷ്ഠത്തികളും എന്റെ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ട്. അതിന്റെ പ്രശ്നം അൽത്താഫ് ഒരു തെറ്റ് ചെയ്തിട്ടല്ല, അൽത്താഫിന് സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായി. ആ ഒരു പ്രയാസം കൊണ്ട് മാത്രമാണ് ഇവര് തിരിഞ്ഞു വെക്കാതെ നിന്നത്, നമ്മളെ ചവിട്ടി താത്തിയത്. ഒരു കാര്യത്തിന് നമ്മളെ പറ്റൂല, ഒരു കാര്യത്തിന് നമ്മളെ സഭയിലേക്ക് നമ്മളെ പറ്റൂല. ആ ഒരു ജീവിതത്തിനകത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇനി ആ ജീവിതം അനുഭവിക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്റെ ജീവിതത്തിനകത്ത് അള്ള തന്ന ഒരു അവസരമാണ്. ഈ അവസരത്തിന്റെ അറ്റം കണ്ടിട്ട് അൽത്താഫ് കയറുള്ളൂ. അതല്ലാതെ എനിക്ക് ഇമ്മനോട് ദേഷ്യം വെറുപ്പൊന്നും ഉണ്ടായിട്ടില്ലമ്മ, യാതൊരു ദേഷ്യം വെറുപ്പില്ല. ഞാൻ എന്ത് ഉണ്ടാക്കിയാലും അത് അനുഭവിക്കാനുള്ളത് എന്റെ മക്കളും ബാക്കിയുള്ളവരും തന്നെ, വല്ല വേറെ ആരുമല്ല എന്നുള്ളതിനെ കുറിച്ച് ഇമ്മനോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, 2 കൊല്ലത്തിന് ഉമ്മ നിങ്ങൾ എന്ത് വേണ്ട, ഒരു പരിപാടിക്കും ഞങ്ങൾ കണ്ടെത്തണ്ട, ഞാൻ ഇതിനകത്ത് ഒരു തീരുമാനം എടുത്തിറങ്ങിയാണ് ഇതിന്റെ അറ്റം കണ്ടിട്ടേ ഞാൻ കയറുള്ളൂ. ഇവിടെ ഫ്രണ്ട്സ് 2 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇന്ന് വരെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ഒരു കാര്യങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ടില്ല. കഴിഞ്ഞ 3 വർഷത്തിന് ശേഷം എന്റെ ജീവിതത്തിനകത്ത് എനിക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളാണ് മീഡിയ ഫ്രണ്ട്സ് ഞാൻ എന്റെ ലൈഫിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സാമ്പത്തിക ക്രൈസിസ്. കാരണം ഞാൻ കഴിഞ്ഞ 3 വർഷം മുന്നേ വരെ ഞാൻ എന്റെ ജീവിതത്തിനകത്ത് റംലാന്റെ കിറ്റ് മീഡിയ ഫ്രണ്ട്സ് കാത്തു നിന്നിട്ട് ഞാൻ എന്ത് ചെയ്താ, റംലാൻ കഴിക്കാൻ വേണ്ടി കാത്തുന്ന മൈലേഷ്യൽ ബിസിനസ്സിനകത്ത് വന്ന് 1 വർഷത്തിന്റെ മുന്നിൽ വരെയുള്ള സമയത്ത് ഞാൻ റംലാന്റെ കിറ്റ്, റംലാൻ കിറ്റ് ഞാൻ അന്ന് ശരിക്കും ഞാൻ ഓർമ്മിക്കുക, ഞാൻ മൈലൈഫിനകത്ത് വന്ന് 4ാമത്തെ മാസം ആണ് റംലാൻ വരുന്നത്. ആ റംലാനിൽ പോലും ഞാൻ റംലാന്റെ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്റെ മുതലാളി സക്കാത്തിന്റെ പൈസ 10,000 രൂപ എന്റെ കയ്യിലെടുത്ത് തരുന്ന സമയത്ത് ഞാൻ മുതലാളിയോട് പറഞ്ഞ വാക്കുണ്ട്, ഇൻഷാ അല്ലാഹ് അള്ളാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് സക്കാത്ത് വാങ്ങലാണെന്ന്. ആഹാ. അപ്പൊ എന്റെ മുതലാളിനോട് ചോദിച്ചു, ആഹാ ഈ വർഷം അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഞാൻ സക്കാത്ത് വാങ്ങൂലെന്ന്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് പിറ്റത്തെ വർഷമെങ്കിലും ഫിറോസ് ഖാൻ ഞാൻ സക്കാത്ത് എന്ത് ചെയ്യും, ഞാൻ കൊടുക്കാൻ അർഹതപ്പെടുന്ന ആയിട്ട് മാറാനുള്ള പ്രവർത്തനത്തിനകത്തേക്കാണ് ഞാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞു, അൽത്താഫ് ഇതാണ് ജീവിതത്തിനകത്ത് വേണ്ടത്. ജീവിതകാലം മുഴുവനും കൈ നീട്ടി വാങ്ങാനുള്ളതല്ല, കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യണം അൽത്താഫെ. യു ക്യാൻ ഡു ഇറ്റ്. എന്നോട് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും അൽത്താഫെ, കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തോന്ന്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ആലോചിച്ച് നോക്കുക, അന്ന് സക്കാത്ത് വാങ്ങിയവരാണെങ്കിൽ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ റംസാനൊക്കെ ഒത്തിരി സക്കാത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്.
റംലാന്റെ കിറ്റ് മൈ ഡിയർ ഫ്രണ്ട്സ് കാത്തു നിന്ന് ജീവിതം കഴിഞ്ഞതാണെങ്കിൽ ഈ കഴിഞ്ഞ റംലാന് ഏകദേശം 2800 രൂപ വരുന്ന കിറ്റ്, ഒരു കിറ്റിന്. അങ്ങനത്തെ 75 കിറ്റ് ഞാനും വേറെ എന്റെ 4 ആളുകളും പണം കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 75ഓളം കിറ്റുകൾ കൊടുക്കാൻ പറ്റും. 10,000 കണക്കിന് രൂപ മൈ ഡിയർ ഫ്രണ്ട്സ് സക്കാത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ബിസിനസ്സിനകത്ത് ഒരു 5 വർഷം ആത്മാർത്ഥതയോട് കൂടിയിട്ട് ബിസിനസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നെഞ്ചിലേറ്റ് ചെയ്യണം മൈ ഡിയർ ഫ്രണ്ട്സ്. ഈ ബിസിനസ് ബ്ലഡ് കയറും, ഹൃദയത്തിലേക്ക് കയറും. അതല്ലാതെ എന്ത് സ്കിന്നിന്റെ മുകളിൽ ബിസിനസ് വർക്കൗട്ട് ആവില്ല. ബ്ലഡിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറയും എന്ത്, ഈ ബിസിനസ്സിനകത്ത് നമ്മൾ ലോകത്തിനകത്ത് ഒരു സക്സസ്ഫുൾ ആകുന്ന വ്യക്തി പ്രയോറിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഞാൻ എന്റെ ബിസിനസ്സിനകത്ത് പ്രയോറിറ്റി ചേഞ്ച് ചെയ്തത്, ഫസ്റ്റ് ഓഫ് ഓൾ ഗോഡ് ഈസ് ദ ഗ്രേറ്റ്. ദൈവത്തിനാണ് നന്ദി. ദൈവത്തിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഞാൻ കൊടുത്തതും പ്രയോറിറ്റി ദൈവത്തിനാണ്. രണ്ടാമത്തെ പ്രയോറിറ്റി ഞാൻ ഈ ബിസിനസ്സിനകത്തേക്കാണ് കൊടുത്തത്, എന്റെ ഫാമിലിക്കല്ല. പല ആളുകളും സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കൽ ബിസിനസ്സിനകത്തേക്കല്ല, ഫാമിലിക്കാണ്. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, എന്തിനും ഫാമിലിക്ക് കൊടുക്കണം. ഫാമിലിക്കാണ് നമ്മളെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, യാതൊരു സംശയവും. പക്ഷെ ഈ പ്രയോറിറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചു കാലം മൈ ഡിയർ ഫ്രണ്ട്സ് ബിസിനസ്സിനകത്ത് പ്രയോറിറ്റി കൊടുത്താൽ പിന്നെ കുടുംബത്തിന് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റും. ഇന്നൊരു പക്ഷേ ഞാൻ എന്തെങ്കിലും കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രയോറിറ്റി കുടുംബത്തിന് കൊടുക്കും, കുറച്ച് കാര്യങ്ങൾ, കൂടുതലൊന്നുമില്ല. കാരണം അത് എന്തുകൊണ്ട്, സാമ്പത്തികപരമായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിനകത്ത് ബിസിനസ്സിനകത്ത് കൂടെ വളരാൻ പറ്റിയത് കൊണ്ടാണ്. നേരെ മറിച്ച് ക്രൈസിസിലും പ്രയാസത്തിലും നിൽക്കുന്ന സമയത്ത് നമ്മൾ മൈ ഡിയർ ഫ്രണ്ട്സ് ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. കംഫർട്ട് സോണിനകത്ത് കൂടെ ജീവിതത്തിനകത്ത് ഒരു വ്യക്തിക്കും സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബ്രേക്കിംഗ് യുവർ കംഫർട്ട് സോൺ. നിങ്ങൾ കംഫർട്ട് സോൺ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റണം. അത് ഏതൊരു വ്യക്തിക്കും പറ്റണം എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ജീവിതത്തിനകത്ത് തീരുമാനം എടുത്തിട്ട് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഇന്ന് ഈ സമയത്ത് നിൽക്കുന്ന സമയത്ത്, കഴിഞ്ഞ വർഷം ഞാൻ മൈ ഡിയർ ഫ്രണ്ട്സ് കമ്പനിനകത്ത് എന്റെ സ്റ്റേറ്റ്മെന്റ് ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബിസിനസ്സിനകത്ത് അഡീഷണൽ ആയിട്ട് 25,000 രൂപ അഡീഷണൽ കിട്ടിയാൽ മതി എന്നുള്ള ടാർഗറ്റോട് കൂടിയിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിനകത്ത് വന്നത്. കഴിഞ്ഞ വർഷം മൈ ഡിയർ ഫ്രണ്ട്സ് TCNFO ആയിട്ടുള്ള ആളുകൾ 140 ജില്ല TCNFO ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ എന്റെ ഓർഗനൈസേഷനകത്തുണ്ട്. ഈ 140 ജില്ല ആളുകൾക്ക് ഒരു വർഷം കമ്പനി പേ ഔട്ട് എഴുതുന്നത് 1,20,00,000 കഴിഞ്ഞ വർഷം 1,20,00,000 രൂപ ഈ പേർക്ക്, ഈ 140 പേർക്ക് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, പേ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 6 വർഷത്തിനകത്ത് മൈ ഡിയർ ഫ്രണ്ട്സ് 23ാമത്തെ കാർ എന്റെ ഓർഗനൈസേഷനകത്ത് ഇറക്കിയിട്ടുണ്ട്. അത് 15 ലക്ഷം മുതൽ 16 ലക്ഷം വരെ വില വരുന്ന, 6 ലക്ഷം മുതൽ 16 ലക്ഷം രൂപ വരെ വില വരുന്ന 23ാമത്തെ കാറാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. 24ാമത്തെ കാറാണ് ഈ ആഴ്ച ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു 25,000 രൂപ മാത്രം ടാർഗറ്റ് ചെയ്ത് വന്നവനാണ് ഞാൻ. 100 കണക്കിന് ആളുകളെ ജീവിതത്തിനകത്ത് ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒത്തിരി ആളുകളെ ജീവിതത്തിനകത്ത് ചെറുതും വലുതുമായിട്ടുള്ള കടബാധ്യത മാറ്റി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. 3-4 പേർക്ക് ഈ ബിസിനസ്സിനകത്ത് കൂടെ ഈ ബിസിനസ്സിനകത്ത് വന്നിട്ട് പൈസ കൊണ്ട് മാത്രം ഉംറ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മൈ ഡിയർ ഫ്രണ്ട്സ് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ നമ്മളെ ജീവിതത്തിനകത്ത് ആലോചിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ ബിസിനസ് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. നിങ്ങൾ എന്നുള്ള ഒരു വ്യക്തി ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ 100 കണക്കിന് ആളുകളെ ലൈഫിനകത്ത് മൈ ഡിയർ ഫ്രണ്ട്സ് ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഈ ബിസിനസ്സിനകത്ത് 4ാം ക്ലാസ് വരെ എന്റെ എഡ്യൂക്കേഷൻ. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നലെ നിങ്ങൾ ബിസിനസ്സിനകത്ത് സംസാരിച്ച്, ഇന്നലെ മിനിയാന്ന് സംസാരിച്ച് പോയിട്ടില്ല ഇസ്മായിൽ ഉദവി. ഈ ബിസിനസ്സിനകത്ത് ഞാൻ സ്പോൺസർ ചെയ്തല്ല, ഞാൻ പുള്ളിനെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്പോൺസർ ചെയ്തത് ഒരു കോളേജ് പ്രൊഫസറാണ്. സുഹൈബ് സാർ എന്ന് പറയുന്ന വ്യക്തി ഒരു കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പുള്ളിനെയാണ് ഞാൻ ഈ ബിസിനസ്സിനകത്ത് സ്പോൺസർ ചെയ്തത്. പുള്ളിന്റെ താഴത്താണ് ഇസ്മായിൽ സാർ വന്നത്. ഇസ്മായിൽ സാർ ബാബ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലത്തെ ഒരു 3-4 ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്താണ് ബിസിനസ്സിനകത്ത് കടന്നു വരുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, പുള്ളിനെ വിളിച്ച് ബിസിനസിന്റെ ഫ്യൂച്ചർ മനസ്സിലാക്കി കൊടുത്ത് കൂടെ പിടിച്ചു. നിങ്ങൾ ആലോചിച്ചൊക്കെ, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാ. അങ്ങനത്തെ ഒത്തിരി ആളുകൾ ഈ ബിസിനസ്സിനകത്ത് കൂടെ എന്റെ ഓർഗനൈസേഷനകത്ത് ദൈവത്തിന് തരാൻ പറ്റിയതാണ് എന്റെ ഏറ്റവും വലിയ സക്സസ്. നിങ്ങളും മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ജീവിതത്തിനകത്ത് എന്ത് ആഗ്രഹിക്കണത് ദൈവം തരാൻ തയ്യാറ്. സോ നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് കമ്മിറ്റ്മെന്റ് പുലർത്താൻ തയ്യാറുണ്ടോ? നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 2 ഇയർ ബിസിനസ്സിനകത്ത് വർക്ക് ചെയ്യാൻ തയ്യാറുണ്ടോ? കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ബിസിനസ്സിനകത്ത് 2 മുതൽ 5 വർഷം പണിയെടുക്കാൻ തയ്യാറുണ്ടോ? ഇവിടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നമ്മളൊക്കെ ഉണ്ടാക്കിയ 100 ഇരട്ടി ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഈ ബിസിനസ്സിനകത്ത് വന്ന സമയത്ത് 40-50 പ്രോഡക്റ്റ് ആണ്. ഇന്ന് ബിസിനസ്സിനകത്ത് ആലോചിക്കുക 100 ചില പ്രോഡക്ട്സ് ആണ് കമ്പനിക്കുള്ളത്. സോ ഈ രീതിനകത്ത് ഈ ബിസിനസ്സിനകത്ത് കൂടെ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഫ്രണ്ട്സ് കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺലി പറയും, ഇന്നിരിക്കുന്ന ഏതൊരു വ്യക്തി ഈ വോയിസ് കേട്ടുകൊണ്ട് ഏകദേശം 316 പേര് ഇപ്പൊ ഈ സൂം ലിങ്കിനകത്തുണ്ട്. ഈ 316 പേരും മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു തീരുമാനം എടുത്തിട്ട് നാളെ ഫീൽഡിനകത്ത് ഇറങ്ങാന്നുണ്ടെങ്കിൽ ഈ ലോകം ഒത്തുക്കും മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളെ സഹായിക്കാനുണ്ടാവും. പക്ഷെ എടുക്കുന്ന തീരുമാനത്തിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യണം, ഉറച്ചു നിൽക്കണം, പ്രവർത്തിക്കണം. നമ്മളൊന്നും ബിസിനസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്ത അച്ചീവ്മെന്റ്സ് ഒന്നുമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്. ഇതിന് വലിയ അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
സോ നിങ്ങളെ ജീവിതത്തിനകത്തും നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാവിധ ലീഡേഴ്സും നിങ്ങളെ കൂടെ ഉണ്ട്. അത് എന്തു കട്ടക്ക് തയ്യാറാണ്. ഇന്നലെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് നിങ്ങൾ ഉമർ ഉസ്താദുമായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് ഉമർ ഉസ്താദിനോട് പറഞ്ഞ ഏറ്റവും നല്ലൊരു വാക്ക് എന്റെ ഹൃദയത്തിൽ കയറിയുള്ള ഒരു വാക്കാണ്. അതാണ് നിങ്ങളെ ഈ ടീമിന്റെ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ സക്സസ്. എന്നോട് പറഞ്ഞ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, അൽതാഫ് സാറെ നമ്മളെ ടീമിനകത്തുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ എല്ലാവരും ഉഷാറാണ്, എല്ലാവരും അടിപൊളിയാണ്, നമ്മളെ ടീമിനകത്ത് ഒരു പ്രശ്നവുമില്ല, നമ്മളെ ഏറ്റവും വലിയ ഹാപ്പിനെസ് അതാണ്. മൈ ഫ്രണ്ട്സ്, അതാണ് നിങ്ങളുടെ സക്സസ്, അതാണ് നിങ്ങളെ ലീഡർ പവർ, അതാണ് നിങ്ങളുടെ സക്സസ്. നിങ്ങളെ ലീഡർ കാണുന്നതും ഫോക്കസ് ചെയ്യുന്നത് അതാണ്. സോ തീർച്ചയായിട്ടും ഐ കൺ ടെൽ യു, ഞാൻ ഓപ്പൺലി ഞാൻ പറയും, 2025, 26 എന്നുള്ളൊരു സമയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഗ്രൂപ്പിനകത്തുള്ള ആളുകളായിരിക്കും ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹിസ്റ്ററി മാറ്റാൻ പോകുന്നത്. ആ സമയത്ത് എവിടെയെങ്കിലും ഒരു കോണിൽ നിന്നിട്ട് നിങ്ങൾ പറയുന്നത്, അന്ന് സൂമിനകത്ത് കൂടെ അൽതാഫ് സാർ ആ ഒരു വാക്കുണ്ട് നമ്മളെ ജീവിതത്തിനകത്ത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഈ ഗ്രൂപ്പിനകത്തുള്ള 316 പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞാൽ മതി, എന്റെ ബിസിനസ് ഞാൻ നടത്തിയ ഈ 3/4 മണിക്കൂർ നേരത്തെ പ്രോഗ്രാം 100% എന്താണ് സക്സസ് ആണ്. 2024, 25, 26 നിങ്ങളെ ജീവിതത്തിനകത്ത് വലിയ രീതിയിനകത്തുള്ള മാറ്റം ഉണ്ടാക്കാൻ ഈ ബിസിനസ് കൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 3/4 മണിക്കൂർ നേരം ഞാൻ ഈ സൂമിനകത്ത് ചെലവഴിച്ചത് നിങ്ങളെ ജീവിതത്തിനകത്തും എന്റെ ജീവിതത്തിനകത്തും ബിസിനസ് കൊണ്ട് വലിയ മാറ്റം ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എഗെയിൻ നിങ്ങളെ എല്ലാ ലീഡേഴ്സും ഞാൻ പേരെടുത്ത് ആരോടും പറയുന്നില്ല, ഉമർ ഉസ്താദ് ആയിക്കോട്ടെ, അതേസമയം ബിജു സാർ ആയിക്കോട്ടെ, ബെന്നി സാർ ആയിക്കോട്ടെ, ദ സെയിം ടൈം നമ്മളെ ധാരാനി ഉസ്താദ് ആയിക്കോട്ടെ. ധാരാനി ഉസ്താദിനൊക്കെ ആയിട്ട് നമുക്ക് നല്ല ബന്ധങ്ങളുള്ള മനുഷ്യന്മാരാണ്. സോ നിങ്ങളൊക്കെ ജീവിതത്തിനകത്തും ബിസിനസ്സിനകത്തും വളരെ വലിയ രീതിയിനകത്തുള്ള മാറ്റം ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വാക്കുകൾ ചുരുക്കുന്നു. സോ എനിവേ, നിങ്ങൾക്ക് എല്ലാവർക്കും സക്സസ് ഉണ്ടാക്കി ദൈവം വലിയൊരു രീതിയിനകത്ത് വളർച്ച ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.